തികച്ചും അപ്രതീക്ഷിതമായ ആക്രമണമാണ് ഇസ്രായേൽ ഖത്തറിൽ നടത്തിയത്. മുതിർന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം. ആക്രമണത്തിൽ ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്താൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല. ഗാസയിലെ ഹമാസ് തലവനായ ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഹമാം അൽ ഹയ്യ, ഓഫീസ് ഡയറക്ടർ ജിഹാദ് ലെബാന്ത് എന്നിവരാണ് കൊല്ലപ്പെട്ടവരിൽ പ്രമുഖർ. മുതിർന്ന നേതാക്കളെല്ലാം സുരക്ഷിതരാണെന്ന് ഹമാസ് അറിയിച്ചു. ആക്രമണത്തിൽ ഖത്തർ സുരക്ഷാ സേനയിലെ അംഗങ്ങളും കൊല്ലപ്പെട്ടു. ഗാസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ നിന്ന് മുതിർന്ന ഹമാസ് നേതാക്കൾ രക്ഷപ്പെട്ടത്? തുർക്കി ഇൻ്റലിജൻസ് നൽകിയ മുന്നറിയിപ്പാണ് ഹമാസ് നേതാക്കളെ രക്ഷിച്ചതെന്നാണ് റിപ്പോർട്ട്. ദോഹയിലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് തുർക്കിഷ് നാഷണൽ ഇൻ്റലിജൻസ് ഓർഗനൈസേഷൻ ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തുർക്കിയിലെ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇൻ്റലിജൻസിൻ്റെ പ്രത്യേക യൂണിറ്റ് ഇസ്രായേലിൻ്റെ വ്യോമനീക്കം നിരീക്ഷിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആദ്യം ട്യുണീഷ്യയ്ക്ക് സമീപം നാവിക വ്യൂഹത്തിന് നേർക്കും, തുടർന്ന് സിറിയ, ലതാകിയ, ടാർട്ടസ്, ലെബനൻ എന്നിവിടങ്ങളിലും ആക്രമണം നടത്തിയ ശേഷമാണ് ഖത്തറിലെ ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതെന്നും തുർക്കിയുടെ പത്രങ്ങളുടെ റിപ്പോർട്ടുകൾ പറയുന്നു. തുർക്കിഷ് ഇൻ്റലിജൻസിൻ്റെ മുന്നറിയിപ്പ് ഹമാസിൻ്റെ മുതിർന്ന നേതാക്കളെ രക്ഷിക്കാൻ സഹായിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഖത്തർ ഉയർത്തുന്നത്. നിരവധി ആഗോള സംഘർഷങ്ങളിൽ ഖത്തർ മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. നിഷ്പക്ഷത പുലർത്തുന്ന ഒരു ഇടനിലക്കാരനുമാണ് ഖത്തർ. ഇസ്രായേൽ ആക്രമണത്തിനെതിരെ അതിരൂക്ഷ പ്രതികരണമാണ് ഖത്തർ നടത്തുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ശക്തമായ ഭാഷയിൽ തന്നെ ഖത്തർ വിമർശിച്ചു. കിരാതമായ നടപടിയെന്നാണ് സംഭവത്തെക്കുറിച്ച് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ജാസിം അൽ താനി വിശേഷിപ്പിച്ചത്. ഇസ്രായേലിനെ അപരിഷ്കൃത രാജ്യമെന്നും ഖത്തർ വിശേഷിപ്പിച്ചു. തങ്ങൾ പരിഷ്കൃതരായ ആളുകളോടാണ് ഇടപെടുന്നതെന്ന് കരുതിയിരുന്നുവെന്നും അത് തെറ്റായിരുന്നുവെന്നുമാണ് ഖത്തർ പ്രധാനമന്ത്രി തുറന്നടിച്ചത്. ഗാസയിൽ ഹമാസിൻ്റെ തടവിൽ കഴിയുന്ന അവശേഷിക്കുന്ന ബന്ദികളുടെ ജീവനാണ് ഇസ്രായേൽ അപകടത്തിലാക്കിയതെന്ന് ഖത്തർ കുറ്റപ്പെടുത്തി. പ്രതീക്ഷ ഇല്ലാതാക്കിയെന്നാണ് താൻ കരുതുന്നതെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു. ആക്രമണം നടന്ന ദിവസം രാവിലെ ഞാൻ ബന്ദികളുടെ കുടുംബങ്ങളിൽ ഒരാളെ കാണുകയായിരുന്നു. ഈ വെടിനിർത്തൽ മധ്യസ്ഥത അല്ലാതെ മറ്റ് പ്രതീക്ഷകളൊന്നും അവർക്കില്ലെന്നും അൽത്താനി പറഞ്ഞു. നയതന്ത്ര നിയമ നടപടികളുമായി ഖത്തർ മുന്നോട്ടു പോകാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ. ഇസ്രായേലിൻ്റെ ആക്രമണത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രതിഷേധം ഉയർത്താനുള്ള നീക്കത്തിലാണ് ഖത്തർ. അറബ് ലീഗിനെയും 57 അംഗ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളെയും മറ്റു കൂട്ടായ്മകളെയും ഖത്തർ ഒപ്പം കൂട്ടും. ആക്രമണത്തിൽ US-ഉം ഇസ്രായേലും തമ്മിൽ എന്തെങ്കിലും ഭിന്നതയുണ്ടെങ്കിൽ അത് വർദ്ധിപ്പിക്കാനും വെടിനിർത്തലിനായി ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനും ഖത്തർ ലക്ഷ്യമിടുന്നു. മിഡിൽ ഈസ്റ്റ് ഐയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലിനെതിരെ വേഗത്തിൽ സൈനിക നടപടിക്ക് സാധ്യതയില്ലെന്നാണ് വിദഗ്ധരുടെ പൊതുവായ അഭിപ്രായം. സൈനിക വ്യാപനത്തിനോ മറ്റ് മാർഗങ്ങൾക്കോ ഖത്തറിന് തൽക്കാലം താൽപ്പര്യമുണ്ടാവില്ല. ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് ഖത്തറിന് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയെന്ന അമേരിക്കൻ അവകാശവാദങ്ങളെ ഖത്തർ വിദേശകാര്യമന്ത്രി എതിർത്തിരുന്നു. ആക്രമണത്തിന് 10 മിനിറ്റിന് ശേഷമാണ് US-ൽ നിന്ന് വിവരങ്ങൾ വന്നതെന്നാണ് ഖത്തർ പറയുന്നത്.